നമസ്തേ. രാജ്യാന്തരത്തിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. തുർക്കി കമ്പനി സെലബിക്കെതിരെ കേന്ദ്ര നടപടി. സുരക്ഷാ ക്ലിയറൻസ് റദ്ദാക്കി. ജനം ബിഗ് ഇമ്പാക്ട്. സെലബിയെ നിയന്ത്രിക്കുന്നത് തുർക്കി പ്രസിഡന്റ് എർദോഗന്റെ മകൾ. പാകിസ്ഥാന് ഡ്രോണുകൾ കൈമാറുന്നത് സുമയ്യയുടെ ഭർത്താവിന്റെ കമ്പനി. JNUവിന് പിന്നാലെ തുർക്കി സർവകലാശാലയുമായുള്ള ബന്ധം അവസാനിപ്പിച്ച ജാമിയ മിലിയ. ഹൈദരാബാദ് സർവകലാശാലയും ബന്ധം അവസാനിപ്പിച്ചു. തുർക്കിയിൽ സിനിമ ഷൂട്ടിംഗ് വേണ്ടെന്ന പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. തുർക്കിക്കെതിരെ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തണമെന്ന സ്വദേശി ജാഗരൺ മഞ്ച്. बेगुनाहों की जान ली, यह पाकिस्तान का कर्म था. हमने कर्म देखकर उनका खात्मा किया. यह हमारा भारतीय धर्म है. ഭീകരരെ വകവരുത്തുന്നത് ഭാരതത്തിന്റെ ധർമ്മമെന്ന രാജ്നാഥ് സിംഗ്. പാകിസ്ഥാൻ അനുഭവിച്ചത് അവരുടെ കർമ്മഫലമെന്ന പ്രതിരോധ മന്ത്രി. പുൽവാമയിൽ 3 ജെയ്ഷെ മുഹമ്മദ് ഭീകരരെ വധിച്ച സേന. കൊല്ലപ്പെട്ടവരിൽ പഹൽഗാം ഭീകരാക്രമണത്തിന് സഹായം നൽകിയ ഭീകരനും. സാംബയിലും ഭീകരവേട്ട. കടുപ്പിച്ച് ഭാരതം. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതിൽ നിന്ന് പിന്നോട്ടില്ലെന്ന S ജയശങ്കർ. അതിർത്തി കടന്നുള്ള ഭീകരവാദം പാകിസ്ഥാൻ അവസാനിപ്പിക്കണം. ചർച്ച പാക് അധിനിവേശ ജമ്മു കശ്മീരിൽ മാത്രമെന്നും വിദേശകാര്യമന്ത്രി. സൈന്യത്തിനും പ്രധാനമന്ത്രിക്കും ആദരം. തൃശൂർ നഗരത്തിലെ തിരങ്ക യാത്രയിൽ പങ്കെടുത്ത സുരേഷ് ഗോപിയും BJP പ്രവർത്തകരും. ശ്രീനഗറിലെ തിരങ്ക യാത്രയിൽ വൻ ജനപങ്കാളിത്തം. ബലോചിസ്ഥാനിൽ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച ബലോച്ച് പോരാളികൾ. ഭാരതത്തോടും ഐക്യരാഷ്ട്രസഭയോടും അംഗീകാരം തേടി ബലോച്ച് നേതാക്കൾ. സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായി റിപ്പബ്ലിക് ഓഫ് ബലോചിസ്ഥാൻ. വിശദമായ വാർത്തകളിലേക്ക്. തുർക്കി കമ്പനി സെലബിക്കെതിരെ കേന്ദ്ര നടപടി. സുരക്ഷാ ക്ലിയറൻസ് റദ്ദാക്കി. വിമാനത്താവളങ്ങളിലെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കൈകാര്യം ചെയ്യുന്ന തുർക്കി കമ്പനി സെലബിയെക്കുറിച്ച് ആദ്യം വാർത്ത നൽകിയത് ജനം TV ആണ്. ജനം ബിഗ് ഇമ്പാക്ട് കൂടുതൽ വിവരങ്ങളുമായി ഐസൺ ജോസ് ചേർന്നുണ്ട്. ഐസൺ, നമുക്കറിയാം പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഭാരതത്തിന്റെ കനത്ത തിരിച്ചടിയിൽ ഒരുപക്ഷെ ഭാരത സൈനികരെ പാകിസ്ഥാൻ നേരിട്ടത് തുർക്കിയിൽ നിന്നും നിർമ്മിച്ച ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ടാണ്. അത്തരത്തിൽ തുർക്കിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിക്കണമെന്നുള്ളൊരു ആവശ്യം ഒരു വശത്ത് ശക്തമായിരുന്നു. അതിന് പിന്നാലെ തുർക്കി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു കമ്പനി അത് ഏവിയേഷൻ മന്ത്രാലയത്തിൻ്റെ കീഴിൽ അല്ലെങ്കിൽ വിമാനത്താവളങ്ങളിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളൊരു കാര്യം പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെ സെലബി എന്ന കമ്പനിക്കെതിരെയും ശക്തമായ നടപടി വേണമെന്നുള്ളൊരു ആവശ്യം ഉയർന്നിരുന്നു. ഈ ഒരു വാർത്ത ജനം TV ആണ് ആദ്യം നൽകുന്നത്. അതിന് പിന്നാലെ ഇപ്പോൾ കേന്ദ്ര നടപടിയും ഉണ്ടായിരിക്കുകയാണ്. എന്തൊക്കെ നടപടികളാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്? വിഷ്ണു, ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട്, അതായത് സിവിൽ ഏവിയേഷൻ അതായത് ആഭ്യന്തര വ്യോമയാനവുമായി ബന്ധപ്പെട്ട് ഭാരതത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളുടെ സുരക്ഷയെ ഏകോപിപ്പിക്കുന്ന ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റിയും സിവിൽ ഏവിയേഷൻ സേഫ്റ്റിയും അതുപോലെ തന്നെ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷനും ചേർന്നാണ് ഇപ്പോൾ സെലബി എന്ന കമ്പനിയുടെ സെക്യൂരിറ്റി ക്ലിയറൻസ് റദ്ദാക്കിയിരിക്കുന്നത്, തിരിച്ചെടുത്തിരിക്കുന്നു, റിവോക്ക് ചെയ്തിരിക്കുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി ഉണ്ടായിരിക്കുന്നത് എന്നാണ് കേന്ദ്ര മന്ത്രാലയത്തിൻ്റെ വിശദീകരണത്തിൽ നിന്നെല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇമ്മീഡിയറ്റ് എഫക്റ്റ്, ഉടൻ തന്നെ നടപടി ഉണ്ടാകണം. ഇത്തരത്തിൽ സെക്യൂരിറ്റി ക്ലിയറൻസ് പിൻവലിച്ച് ആ പ്രദേശത്തേക്ക്, അതായത് ഹൈറ്റൈറ്റ് സെക്യൂരിറ്റിയുള്ള ഹൈ സെൻസിറ്റീവ് ഏരിയകളിലേക്ക് ഇനി സെലബിയുടെ ആ ഓതറൈസ്ഡായ ആളുകൾക്ക് പ്രവേശിക്കാനോ സെലബിയുടെ സംവിധാനങ്ങൾ അവിടെ പ്രവർത്തിപ്പിക്കാനോ സാധ്യമല്ല എന്നാണ് ആത്യന്തികമായി ഈ ഉത്തരവിൻ്റെ ഉള്ളടക്കം അല്ലെങ്കിൽ നടപ്പാക്കേണ്ട നടപടിയുടെ ഭാഗം എന്നതാണ് ഏറെ പ്രാധാന്യത്തോടെ നമ്മൾ നോക്കിക്കാണേണ്ടത്. അതിനാൽ തന്നെ ഉടൻ തന്നെ ഇപ്പോൾ സെലബിയുടെ പ്രവർത്തനങ്ങൾ നിലനിൽക്കുന്ന എയർപോർട്ടുകളിൽ സെലബിയുടെ പ്രവർത്തനങ്ങൾ നിർത്തിവെപ്പിച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏറ്റവും സുപ്രധാനമായ ഘടകം ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഈ ഏതെങ്കിലും ഒരു സ്ഥാപനം രാജ്യ താൽപ്പര്യത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ടായാൽ അതിൻ്റെ സെക്യൂരിറ്റി ക്ലിയറൻസ് റദ്ദാക്കാനുള്ള നടപടിയുണ്ട് എന്നത് വളരെ കൃത്യമായി സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട് വ്യോമയാന സുരക്ഷയുമായി ബന്ധപ്പെട്ട
നിയമങ്ങളിലെല്ലാം തന്നെ കൃത്യമായി പറയുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ്, ആ ഒരു നടപടിയുടെ ഭാഗമായ ആ ഒരു നിയമവകുപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് ഈ ഉത്തരവിൽ നിന്നെല്ലാം തന്നെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. അതായത് ഒരു രാജ്യം ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഭാരതവുമായി കോൺഫ്ലിക്റ്റുള്ള ഒരു രാജ്യം, അതല്ലെങ്കിൽ തർക്കം നിലനിൽക്കുന്ന യുദ്ധസമാനമായ ഒരു അന്തരീക്ഷം നിലനിൽക്കുന്ന വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. ഈ പാകിസ്ഥാനുമായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം ഭാരതത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ രീതിയിലാണെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ സെക്യൂരിറ്റി ക്ലിയറൻസ് റദ്ദാക്കാമെന്ന പ്രൊവിഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ തുർക്കിയിൽ നിർമ്മിച്ച ഡ്രോണുകളാണ് ഈ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഇന്ത്യൻ സൈനികർക്ക് നേരെ തൊടുത്തുവിട്ടത്. ലോയിറ്ററിംഗ് അമ്യൂണിഷൻ എന്ന് പറയുന്ന അതീവ സാങ്കേതിക വൈദഗ്ധ്യമുള്ള ഒരു സംവിധാനമാണിത്. അതായത് ആകാശത്ത് കൃത്യമായി നിരീക്ഷണ പറക്കൽ നടത്തി കൃത്യമായ ടാർഗറ്റുകളിലേക്ക് ആക്രമണം നടത്താൻ സാധിക്കുന്ന ലോയിറ്ററിംഗ് അമ്യൂണിഷൻ്റെ ഭാഗമായുള്ള ഡ്രോണുകളാണ് പാകിസ്ഥാനെ തുർക്കി നൽകിയത്. ഈ പാകിസ്ഥാന് ഡ്രോണുകൾ നൽകിയ കമ്പനിയുടെ ഉടമയ്ക്കും ഈ പറഞ്ഞ സെലബി ഏവിയേഷൻസിൽ ഓഹരിയുണ്ട്. സെലബി ഏവിയേഷനിലെ ഓഹരിയുള്ളവരാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ഏറ്റവും സുപ്രധാനമായ ഒരു സെക്യൂരിറ്റി ത്രെറ്റിൻ്റെ സൂചനയായി മാറിയത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ, അതായത് ഈ സെലബി എയർവേസിൻ്റെ അല്ലെങ്കിൽ സെലബി ഏവിയേഷൻ എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ പ്രധാന ഓഹരി ഉടമ എന്ന് പറയുന്നത് സുബയ്യ എന്ന് പറയുന്ന ടർക്കിഷ് പ്രസിഡന്റ് തയ്യിബ് എർഡോഗൻ്റെ മകളാണ്. അവർ പ്രവർത്തിക്കുന്ന കമ്പനിയുടെ അവരുടെ ഭർത്താവ് മേജർ ഷെയർ ഹോൾഡറായ കമ്പനിയുടെ ഉൽപ്പന്നമാണ് ഭാരതത്തിനെതിരെ പ്രയോഗിച്ച ഡ്രോണുകൾ. ആ ഡ്രോണുകൾ നിർമ്മിച്ച് പാകിസ്ഥാന് നൽകുകയും ചെയ്തു. അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ആ ഡ്രോണുകളുടെ സാങ്കേതിക കൃത്യത ഉറപ്പാക്കുന്നതിന് ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട സെൻസിറ്റീവായ പല ഡാറ്റകളും ലഭ്യമാകേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ഡാറ്റ എല്ലാം തന്നെ ഈ എയർപോർട്ടുമായി ബന്ധപ്പെട്ട ചില സൂചനകളിൽ നിന്നും അല്ലെങ്കിൽ വിവരങ്ങളിൽ നിന്നും ലഭ്യമാക്കാനാകുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ എയർപോർട്ടിൻ്റെ VIP മൂവ്മെൻറ്റുകളും മിലിറ്ററി മൂവ്മെൻറ്റുകളുടെയും അതുപോലെ സൈന്യവുമായി ബന്ധപ്പെട്ട കാർഗോ മൂവ്മെൻറ്റുകളുടെയും എല്ലാം ചുമതലയുണ്ടായിരുന്ന, അതിലെല്ലാം പ്രവർത്തിച്ചിരുന്ന പല ടെക്നിക്കൽ ഏരിയകളിലും റിസർവ്ഡായ, സൈന്യത്തിന് റിസർവ് ചെയ്ത എയർപോർട്ടുകളിലെ ഏരിയകളിലെല്ലാം തന്നെ കൃത്യമായി എത്തിച്ചേരാൻ സാധ്യതയുള്ള ഒരു വിഭാഗമായിരുന്നു സെലബി എന്നതുകൊണ്ട് തന്നെ അവരുടെ ലൈസൻസ് ഇനി തുടരുന്നത്, അല്ലെങ്കിൽ അവരുടെ അനുമതി, സെക്യൂരിറ്റി ക്ലിയറൻസ് ഇനി തുടരുന്നത് സുരക്ഷിതമായൊരു സാഹചര്യമല്ല എന്ന തിരിച്ചറിവിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ നടപടി അടിയന്തരമായി ഉണ്ടായിരിക്കുന്നത്. ഈ നിമിഷം മുതൽ, അതായത് ഉത്തരവ് ഇറങ്ങിയ നിമിഷം മുതൽ സെക്യൂരിറ്റി ക്ലിയറൻസ് റദ്ദാവുകയും അവരുടെ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട്, സുരക്ഷയുമായി ബന്ധപ്പെട്ട് എല്ലാ പ്രദേശങ്ങളിൽ നിന്നും അവരെ ഇവാക്യുവേറ്റ് ചെയ്യുന്നതിനുള്ള നീക്കങ്ങളും നടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏറെ ഗൗരവത്തോടെ കാണേണ്ടത് ഈ എയർപോർട്ടുകളിലെ ചീഫ് സെക്യൂരിറ്റി ഓഫീസർമാർക്ക്, അതായത് ഡൽഹി, ബംഗളൂരു, ഗോവ, ഹൈദരാബാദ്, പിന്നെ കൊച്ചി എയർപോർട്ടിലെയും ചീഫ് സെക്യൂരിറ്റി ഓഫീസർക്ക് കൂടി ഉത്തരവിൻ്റെ പകർപ്പ് അയച്ചിട്ടുണ്ടെന്ന് ഉത്തരവിൽ തന്നെ കൃത്യമായി പ്രതിപാദിച്ചിട്ടുണ്ട്. അതായത് കൊച്ചിയിലെ കാർഗോ സർവീസ്, ഏറ്റവും വലിയ ഒരു കാർഗോ സർവീസാണ് കൊച്ചിയിലുള്ളത്. അതിൻ്റെ നിയന്ത്രണമുള്ളത് ഈ സെലബിക്കാണ്. സെലബിയുടെ കാർഗോ സർവീസ്, നിയന്ത്രണത്തിലുള്ള കാർഗോ സർവീസും ഇപ്പോൾ നിർത്തിവെക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നുവെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കർശന നടപടി കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഇക്കാര്യത്തിൽ ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു. നേരത്തെ വിഷ്ണു സൂചിപ്പിച്ചതുപോലെ ഈ വാർത്ത ജനം TV-യാണ് ആദ്യം പുറത്തു കൊണ്ടുവന്നത്. ഇപ്പോൾ ആ വാർത്തയിൽ ഒരു നടപടി ഉണ്ടായിരിക്കുന്നു എന്നതുമാണ് ഇപ്പോൾ ഏറ്റവും പുതിയ ഒരു സംഭവ വികാസം. ഐസറൊപ്പം എടുത്തു പറയേണ്ടത്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിമാനത്താവളത്തിലെ കാർഗോ നീക്കം VIP-കളുടെ അല്ലെങ്കിൽ മറ്റ് അത്തരത്തിലുള്ള ആളുകളുടെയൊക്കെ തന്നെ യാത്ര സംബന്ധിച്ചുള്ള നിർണായകമായ നടപടികളിൽ ഇടപെടുന്ന സെലബി എന്ന ഈ ഒരു കമ്പനി, ഒപ്പം നമുക്കറിയാം വിവിധ ഇടങ്ങളിലുള്ള പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങളിൽ ഇവരുടെ സേവനമുണ്ട്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഇവർ നടത്തിയിട്ടുള്ള മറ്റ് പ്രവർത്തനങ്ങളിലൊക്കെ തന്നെയും ദേശീയവിരുദ്ധമായിട്ടുള്ള സംഭവങ്ങളുണ്ടോ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്നുള്ളൊരു അന്വേഷണം കൂടി ഇതിൻ്റെ ഭാഗമായി നടത്തേണ്ടതല്ലേ? തീർച്ചയായും വിഷ്ണു, വിശാലമായ അന്വേഷണം സെലബിക്കെതിരെ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ 2 ദിവസം മുമ്പ് തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഈ ഉത്തരവ് ഇറങ്ങുന്ന ആ ഒരു വേഗതയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെ വേഗം, അതായത് ഏതാണ്ട് 2 മണിക്കൂർ മുമ്പ് ഇന്ന് തന്നെയാണ് ഈ ഉത്തരവ് പുറത്തു വരികയും ചെയ്യുന്നത്. അത്തരത്തിൽ സമഗ്രമായ വേഗതയിൽ ഇത്തരത്തിലൊരു ഉത്തരവ് പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ തീർച്ചയായും ഇത് സംബന്ധിച്ചൊരു പ്രാഥമിക അന്വേഷണം നടന്നു കഴിഞ്ഞു, അല്ലെങ്കിൽ പ്രാഥമികമോ അല്ലെങ്കിൽ കുറേ കൂടി വിശദമായ അന്വേഷണവും നടന്നു കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അത്തരത്തിലുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. വിവിധങ്ങളായ അന്വേഷണങ്ങൾ ഇനി ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നടത്തേണ്ടി വരും. ഈ സ്ഥാപനത്തിൻ്റെ ഇടപാടുകൾ അന്വേഷിക്കേണ്ടി വരും. ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട മറ്റു സാമ്പത്തിക ഇടപാടുകളാകട്ടെ, എല്ലാ ഇടപാടുകളും, ഇതിൻ്റെ ടെക്നിക്കൽ ട്രാൻസാക്ഷൻസ് എല്ലാം തന്നെ, ഏതെല്ലാം വിവരങ്ങൾ ഇവർ ശേഖരിച്ചു, ഏതെല്ലാം വിവരങ്ങൾ അവർ പ്രയോജനപ്പെടുത്തി എന്ന രീതിയിലുള്ള കാർഗോവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ, സൈന്യത്തിൻ്റെ കാർഗോ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചില യൂണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പറുകളൊക്കെ ഉണ്ടാകും. അത്തരത്തിലുള്ള വിവരങ്ങൾ ഏതെങ്കിലും ഇവർ ശേഖരിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ കാർഗോയുമായി ബന്ധപ്പെട്ട ഫിസിക്കൽ ഡാറ്റ, പല ഫിസിക്കൽ ഡാറ്റ ഉണ്ടാകും. അത്തരത്തിലുള്ള ഫിസിക്കൽ ഡാറ്റയെല്ലാം തന്നെ
പ്രയോജനപ്പെടുത്താൻ സാധിക്കും. ശത്രു രാജ്യങ്ങൾക്കും ശത്രുക്കൾക്കും കൃത്യമായി പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഓരോ ഘട്ടങ്ങളിൽ ഓരോ കാർഗോ വരുമ്പോൾ ആ കാർഗോയുടെ നീളവും വീതിയും ഭാരവും എല്ലാം തന്നെ സൂചകങ്ങളായി പ്രയോജനപ്പെടുത്താൻ സാധിക്കുമെന്നതാണ് ഏറെ ഗൗരവമുള്ളൊരു വിഷയം. മറ്റൊരു സുപ്രധാന വിഷയം പ്രധാനമന്ത്രിയുടെ പ്രധാനമന്ത്രിയുടെ എക്സ്ക്ലൂസീവായ വിമാനത്തിന് പോലും ഈ കാർഗോ സർവീസുകൾ ഈ സെലബി ലഭ്യമാക്കിയിട്ടുണ്ട്, പലയിടങ്ങളിലും ലഭ്യമാക്കിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഏറെ ഗൗരവമായ ദേശസുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം അക്കാര്യത്തിൽ ഉണ്ടായിരിക്കുമെന്ന കാര്യത്തിലും തർക്കമില്ല. ആഭ്യന്തരവും സൈനികവും അതുപോലെ തന്നെ അന്തർദേശീയവുമായ ഇടപെടലുകളെല്ലാം തന്നെ നിരീക്ഷണത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അടിയന്തരമായി പ്രവർത്തനങ്ങൾ ഇതിൻ്റെ നിർത്തിവെക്കുന്നത് ഈ സെലബിയുമായി ബന്ധപ്പെട്ട ഇപ്പോൾ കൃത്യമായി ഉത്തരവിൽ റഫർ ചെയ്തിരിക്കുന്നത് സെലബി എയർപോർട്ട് സർവീസസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയെയാണ്. ഇപ്പോൾ സെക്യൂരിറ്റി ക്ലിയറൻസ് നൽകുന്നതിൽ നിന്നും സെക്യൂരിറ്റി ക്ലിയറൻസ് റിവോക്ക് ചെയ്തിരിക്കുന്നത്, തിരിച്ചെടുത്തിരിക്കുന്നത് എന്നാണ് ഉത്തരവിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി, ഐസൻ ജോസാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്. സെലബിയെക്കുറിച്ച് കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ കൂടി പുറത്തുവരികയാണ്. തുർക്കി പ്രസിഡന്റ് എർദോഗന്റെ മകൾ സുമയ്യയാണ് സെലബിയുടെ അർദ്ധ മുതലാളി. ഇവരുടെ ഭർത്താവാണ് പാകിസ്ഥാന് ഡ്രോണുകൾ കൈമാറുന്ന കമ്പനിയുടെ ഉടമ. രാജ്യത്തെ 9 വിമാനത്താവളങ്ങളിലെ കാർഗോ ടെർമിനലുകളുടെ ഉടമസ്ഥതയിലും സുമയുടെ ഭർത്താവിന് പങ്കാളിത്തമുണ്ടെന്നാണ് കണ്ടെത്തൽ. തുർക്കി പ്രസിഡന്റ് തായിബ് എർഡോഗന്റെ മകൾ സുമയ്യയാണ് സെലബിയുടെ 50% ഓഹരികളുടെയും ഉടമ. ഭാരതത്തിന്റെ സൈനികർക്കെതിരെ പാകിസ്ഥാൻ പ്രയോഗിച്ച ഡ്രോൺ നിർമ്മിക്കുന്ന ടർക്കിഷ് കമ്പനിയുടെ ഉടമ ഇവരുടെ ഭർത്താവ് സെലക് ബറക്താർ ആണെന്നും വിവരങ്ങൾ പുറത്തുവരുന്നു. രാജ്യത്തെ 9 വിമാനത്താവളങ്ങളിലെ കാർഗോ ടെർമിനലുകൾ കൈകാര്യം ചെയ്യുന്ന സെലബിയുടെ സഹ ഉടമയും ഈ സെലക് ബറക്താർ തന്നെയാണ്. പ്രധാനമന്ത്രിയുടെ പ്രത്യേക യാത്രാ വിമാനത്തിന്റെ കാർഗോ നിയന്ത്രണത്തിന്റെ ചുമതലയും സെലബിയെ ഏൽപ്പിച്ചിരുന്നു. VIP ടെക്നിക്കൽ സൈനിക മേഖലകളിലും സെലബിക്ക് സ്വാധീനമുണ്ട്. കാർഗോ ഹാൻഡലിംഗിന്റെ വിവിധ ഘട്ടങ്ങളിലാണ് സെലബി VIP സഞ്ചാരവുമായുള്ള വിഷയങ്ങളിൽ ഇടപെടുന്നത്. മാത്രമല്ല, പ്രധാനമന്ത്രിയുടെ വിമാനത്തിന്റെ സിഗ്നലുകൾ ഉൾപ്പെടെ ചില വേളകളിൽ കൈകാര്യം ചെയ്തതും സെലബിയാണെന്നതാണ് ഗൗരവമർഹിക്കുന്ന വിഷയം. പല മിലിറ്ററി കാർഗോയുടെയും കൈകാര്യം ചെയ്യലും ഈ കമ്പനി ഏറ്റെടുത്ത് നടത്തുന്നുമുണ്ട്. തന്ത്രപ്രധാനമായ ഈ മേഖലകളിലെല്ലാം കമ്പനി ഇടപെടുന്നത് വൻ വെല്ലുവിളിയാണ് ഭാരതത്തിന്റെ ആഭ്യന്തര സുരക്ഷയ്ക്ക് ഉയർത്തുന്നത്. സൈനിക രഹസ്യങ്ങളും സൈനികേതര രഹസ്യങ്ങളും ചോർത്തുന്നതിനും കമ്പനി നീക്കങ്ങൾ നടത്തുമെന്ന സൂചനയും നിലനിൽക്കുന്നു. ഈ പശ്ചാത്തലത്തിലാണ് അടിയന്തരമായി സെലബിയെ സേവനത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന ആവശ്യം ഉയരുന്നത്. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയമായതിനാൽ തന്നെ വൈകാതെ തീരുമാനമെടുക്കാൻ കേന്ദ്ര സർക്കാരിന് അധികാരവുമുണ്ട്. നാഷണൽ ഡെസ്ക്, ജനം. തുർക്കിയിലെ സിനിമാ ഷൂട്ടിംഗ് ലൊക്കേഷനുകൾ ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്ത സിനിമാ നിർമ്മാതാക്കളുടെ സംഘടന ഫെഡറേഷൻ ഓഫ് വെസ്റ്റേൺ ഇന്ത്യ സിനി എംപ്ലോയീസ് ആണ് ആഹ്വാനം നടത്തിയത്. ബോളിവുഡ് സിനിമകൾ തുർക്കി ലൊക്കേഷനായി തെരഞ്ഞെടുക്കുന്നത് ഒഴിവാക്കണമെന്നാണ് അഭ്യർത്ഥന. ഇന്ത്യയുമായുള്ള സംഘർഷത്തിൽ പാകിസ്ഥാൻ ഉപയോഗിച്ചത് തുർക്കി നൽകിയ ഡ്രോണുകളായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ആവശ്യം ഉന്നയിച്ചത്. ഡൽഹി JNUവിന് പിന്നാലെ തുർക്കി സർവകലാശാലയുമായുള്ള ബന്ധം അവസാനിപ്പിച്ച് ജാമിയ മിലിയ ഹൈദരാബാദ് സർവകലാശാലകളും. ഭാരതത്തിനെതിരായ ഭീകരാക്രമണത്തിൽ പാകിസ്ഥാനൊപ്പം നിലകൊണ്ടതിന് പിന്നാലെയാണ് തുർക്കി സർക്കാരുമായി ബന്ധപ്പെട്ട എല്ലാ ധാരണാപത്രങ്ങളും റദ്ദാക്കിയത്. ദേശീയ സുരക്ഷ മുൻനിർത്തി തുർക്കിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായുള്ള എല്ലാ ധാരണാപത്രങ്ങളും ഇനോനോ യൂണിവേഴ്സിറ്റിയുമായുള്ള കരാർ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി റദ്ദാക്കിയതിന് പിന്നാലെയാണ് ജാമിയ മിലിയയുടെ നടപടി. 2025 ഫെബ്രുവരി 3 തുർക്കിയിലെ ഇനോനോ യൂണിവേഴ്സിറ്റിയുമായി ഒപ്പുവെച്ച ധാരണാപത്രം 2028 വരെ നിലനിൽക്കേണ്ടതായിരുന്നു. ഭാരതത്തിനെതിരായ ആക്രമണത്തിൽ പാകിസ്ഥാന് കുടപിടിച്ച തുർക്കിക്ക് സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തണമെന്ന സ്വദേശി ജാഗരൺ മഞ്ച്. സ്വയം മതേതര റിപ്പബ്ലിക് എന്ന് പ്രഖ്യാപിക്കുന്ന രാജ്യമാണ് തുർക്കി. എന്നാൽ ഭാരതത്തിൻ്റെ പരമാധികാരത്തെ എതിർക്കുന്ന തീവ്ര ഇസ്ലാമിക ഭരണകൂടങ്ങളുമായി തുർക്കി കൂടുതൽ സഖ്യത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്ന് സ്വദേശി ജാഗരൺ മഞ്ച് ദേശീയ സഹസംയോജകൻ ഡോക്ടർ അശ്വിനി മഹാജൻ തുറന്നടിച്ചു. പാകിസ്ഥാൻ തെമ്മാടി രാഷ്ട്രമാണെന്ന കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ഭീകരവാദത്തിനെതിരെ ഭാരതം ഏതറ്റം വരെയും പോകും. ഭീകരർക്ക് അഭയം നൽകുന്നത് പാകിസ്ഥാൻ അവസാനിപ്പിക്കണമെന്നും കശ്മീരിൽ സന്ദർശനത്തിനായി എത്തിയ കേന്ദ്ര പ്രതിരോധ മന്ത്രി ബാദാഗ്ദിബാദ് കന്റോൺമെന്റിൽ സൈനികരെ അഭിസംബോധന ചെയ്യവേ വ്യക്തമാക്കി. പാകിസ്ഥാന്റെ ആണവായുധങ്ങൾ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ മേൽനോട്ടത്തിലേക്ക് മാറ്റണമെന്ന് രാജ്നാഥ് സിംഗ് ആവശ്യപ്പെട്ടു. ഇത്രയും ഉത്തരവാദിത്തമില്ലാത്തതും തെമ്മാടിയുമായ ഒരു രാജ്യത്തിന്റെ കൈകളിൽ ആണവായുധങ്ങൾ സുരക്ഷിതമാണോ എന്ന് ലോകരാജ്യങ്ങളോട് ചോദിക്കുന്നു. അതിനാൽ പാകിസ്ഥാനിലെ ആണവായുധങ്ങളുടെ സൂക്ഷിപ്പ് ചുമതല
അന്താരാഷ്ട്ര ആറ്റോമിക് എനർജി ഏജൻസി ഏറ്റെടുക്കണമെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി ആവശ്യപ്പെട്ടു. रोग नेशन के हाथों में परमाणु हथियार सुरक्षित हैं? मैं दुनिया के सामने यह सवाल खड़ा करना चाहता हूं. मैं मानता हूं कि पाकिस्तान के एटमी हथियारों को IAEA इंटरनेशनल एटॉमिक एनर्जी एजेंसी की निगरानी में लिया जाना चाहिए. मैं ये कहना चाहूंगा और साफ तौर पर कहना चाहूंगा. പഹൽഗാമിൽ നിരപരാധികളെ മതം ചോദിച്ച് തീവ്രവാദികൾ കൊലപ്പെടുത്തി. പാകിസ്ഥാൻ കർമ്മഫലം നൽകുകയാണ് ഭാരതത്തിന്റെ ധർമ്മമെന്ന് പ്രതിരോധ മന്ത്രി ചൂണ്ടിക്കാട്ടി. आतंकियों ने भारतीयों को धर्म पूछकर देखकर मारा, धर्म पूछकर मारा, तो हमने आतंकियों को उनका कर्म देखकर मारा है. उन्होंने धर्म देखकर बेगुनाहों की जान ली. यह पाकिस्तान का कर्म था. हमने कर्म देखकर उनका खात्मा किया. यह हमारा भारतीय धर्म है. ഇന്ത്യ പാക് വെടിനിർത്തലുണ്ടായ ശേഷം ആദ്യമായി കാശ്മീരിലെത്തിയ രാജ്നാഥ് സിംഗ് കരസേനയുടെ 15 കോർപ്പസ് ഹെഡ്ക്വാർട്ടേഴ്സ് സന്ദർശിക്കുകയും സൈനികരുമായി സംവദിക്കുകയും ചെയ്തു. പ്രതികൂല കാലാവസ്ഥയിലും രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായി സേവനമനുഷ്ഠിക്കുന്ന എല്ലാ സൈനികരെയും അഭിനന്ദിക്കുന്നുവെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. സൈനിക സേവനത്തിനിടെ മരിച്ച സൈനികർക്ക് രാജ്നാഥ് സിംഗ് ആദരാഞ്ജലികൾ അർപ്പിച്ചു. കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി രാജ്നാഥ് സിംഗിനെ സ്വീകരിച്ചു. ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയും കേന്ദ്ര പ്രതിരോധ മന്ത്രിയെ അനുഗമിച്ചിരുന്നു. ജനം, ഡൽഹി. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതിൽ നിന്ന് പിന്നോട്ടില്ലെന്ന വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. അതിർത്തി കടന്നുള്ള ഭീകരവാദം പാകിസ്ഥാൻ അവസാനിപ്പിക്കണം, എങ്കിൽ മാത്രമേ കരാർ പുനഃസ്ഥാപിക്കൂ. പാക് അധിനിവേശ ജമ്മു കശ്മീരിനെ കുറിച്ച് മാത്രമാകും ഇനി ചർച്ചയുണ്ടാവുക. ഭാരതവും പാകിസ്ഥാനുമായുള്ള വിഷയത്തിൽ മൂന്നാം കക്ഷിക്ക് ഇടമില്ലെന്നും വിദേശകാര്യമന്ത്രി അറിയിച്ചു. പാകിസ്ഥാനുമായുള്ള ബന്ധവും ഇടപാടുകളും ദ്വിരാഷ്ട്രപരമാണ്. ഈ ദേശീയ സമവായത്തിൽ മാറ്റമുണ്ടാകില്ല. പഹൽഗാം വിഷയത്തിൽ വലിയ തോതിൽ രാജ്യാന്തര പിന്തുണ ലഭിച്ചുവെന്നും UNSCയിൽ പ്രമേയം അവതരിപ്പിച്ചത് ഭീകരതയ്ക്കെതിരായുള്ള പോരാട്ടത്തിൻ്റെ തുടക്കമാണെന്നും വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി. ന്യൂഡൽഹിയിൽ ഹോണ്ടുറാസ് എംബസി ഉദ്ഘാടന ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. Water issues have been raised. Again, you all know, and I re-emphasize, the cabinet committee on security and the government obviously was very clear that the Indus Waters Treaty is held in abeyance and will be continued to be held in abeyance until cross-border terrorism by Pakistan is credibly and irrevocably stopped. So sometimes the Kashmir issue has been brought up. Again, the only thing which remains to be discussed on Kashmir is the vacation of illegally occupied Indian territory in Pakistan occupied Kashmir. We are open to discussing that with Pakistan. So I want to spell out our positions very clearly so that what is in your minds and what many of you have raised with me on various occasions. The government's position is very, very clear. Thank you very much. പഹൽഗാം ഭീകരാക്രമണത്തിന് പ്രാദേശിക സഹായം നൽകിയ ഭീകരൻ ആസിഫ് ഷെയ്ഖിനെ വധിച്ച് സൈന്യം. അവന്തിപ്പോരയ്ക്കും പുൽവാമയ്ക്കുമിടയിലെ ത്രാൽ വനമേഖലയിലുണ്ടായ ഏറ്റുമുട്ടലിലാണ് ആസിഫ് ഉൾപ്പെടെ 3 ഭീകരരെ സൈന്യം വധിച്ചത്. പ്രദേശത്ത് തെരച്ചിൽ തുടരുകയാണ്. കൂടുതൽ സുരക്ഷാ സംഘങ്ങളെയും പ്രദേശത്ത് വിന്യസിച്ചിട്ടുണ്ട്. കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമ കേസുകൾ കൈകാര്യം ചെയ്യാൻ കൂടുതൽ പ്രത്യേക പോക്സോ കോടതികൾ സ്ഥാപിക്കണമെന്ന് സുപ്രീം കോടതി. കേസുകൾ അതിവേഗം തീർപ്പാക്കുന്നതിൽ വീഴ്ച സംഭവിക്കുന്നുവെന്ന് വിലയിരുത്തിയാണ് സുപ്രീം കോടതിയുടെ ഇടപെടൽ. ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിന് കോടതി നിർദ്ദേശം നൽകി. കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമ കേസുകൾ വർദ്ധിച്ചതോടെയാണ് പ്രത്യേക കോടതികൾ സ്ഥാപിക്കണമെന്ന നിർദ്ദേശം വന്നത്. ഭൂരിഭാഗം സംസ്ഥാനങ്ങളും കേന്ദ്ര സഹായത്തോടെ പ്രത്യേക കോടതികൾ സ്ഥാപിച്ചപ്പോൾ ബീഹാർ, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നടപടിക്രമങ്ങൾ ഇപ്പോഴും ഇഴഞ്ഞു നീങ്ങുകയാണ്. പോക്സോ കോടതികളുടെ അപര്യാപ്തത കാരണം സമയബന്ധിതമായി പോക്സോ കേസുകളിൽ വിചാരണ പൂർത്തിയാക്കുന്നതിൽ വീഴ്ച സംഭവിക്കുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയാണ് കൂടുതൽ പ്രത്യേക പോക്സോ കോടതികൾ സ്ഥാപിക്കാൻ ജസ്റ്റിസുമാരായ ബേല എം ത്രിവേദി, PB വരാലെ എന്നിവരടങ്ങിയ ബെഞ്ച് നിർദ്ദേശിച്ചത്.
കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഉചിതമായ നടപടികൾ കൈക്കൊള്ളുമെന്ന് പ്രതീക്ഷിക്കുന്നു. വിചാരണ പൂർത്തിയാക്കുന്നതിനൊപ്പം സമയബന്ധിതമായി കുറ്റപത്രം സമർപ്പിക്കാനും സുപ്രീം കോടതി നിർദ്ദേശം നൽകി. പോക്സോ കോടതികളുടെ സ്ഥിതി സംബന്ധിച്ച് സംസ്ഥാനം തിരിച്ചുള്ള വിശദാംശങ്ങൾ സമർപ്പിക്കാൻ മുതിർന്ന അഭിഭാഷകനും അമിക്കസ് ക്യൂറിയുമായ വി ഗിരി, മുതിർന്ന അഭിഭാഷക ഉത്തര ബബ്ബാർ എന്നിവരോട് സുപ്രീം കോടതി മുൻപ് നിർദ്ദേശം നൽകിയിരുന്നു. ന്യൂസ് ഡെസ്ക് ജനം. ഭാരതത്തിലെ 6ാമത് സെമി കണ്ടക്ടർ യൂണിറ്റിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. HCLന്റെയും ഫോക്സ്കോണിന്റെയും സംയുക്ത സംരംഭത്തിനാണ് അനുമതി ലഭിച്ചത്. നിലവിൽ 5 സെമി കണ്ടക്ടർ യൂണിറ്റുകളുടെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. യമുന എക്സ്പ്രസ് വേ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് അതോറിറ്റിയിൽ ജവാർ വിമാനത്താവളത്തിന് സമീപമായാണ് HCLും ഫോക്സ്കോണും ചേർന്ന് പുതിയ സെമി കണ്ടക്ടർ യൂണിറ്റ് സ്ഥാപിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഇന്ത്യ സെമി കണ്ടക്ടർ മിഷന്റെ കീഴിൽ അംഗീകാരം ലഭിക്കുന്ന 6ാമത്തെ പദ്ധതിയാണിത്. പുതിയ സെമി കണ്ടക്ടർ യൂണിറ്റ് 3700 കോടി രൂപയുടെ നിക്ഷേപം ആകർഷിക്കുമെന്നാണ് വിലയിരുത്തൽ. 1500 കോടി രൂപ സർക്കാർ ഫണ്ടിൽ നിന്നാണ്. മൊബൈൽ ഫോൺ, കമ്പ്യൂട്ടർ, മറ്റ് ഡിസ്പ്ലേ ഉപകരണങ്ങൾ എന്നിവയ്ക്കുള്ള ഡിസ്പ്ലേ ഡ്രൈവർ ചിപ്പുകളും ഈ പ്ലാന്റിൽ നിർമ്മിക്കും. പ്രതിമാസം 3,60,00,000 സെമി കണ്ടക്ടർ യൂണിറ്റുകൾ ഉൽപ്പാദിപ്പിക്കും. പ്ലാന്റിന് അനുമതി ലഭ്യമാക്കിയതിന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് നന്ദി അറിയിച്ചു. ആത്മനിർഭർ ഭാരതിലേക്കുള്ള ചരിത്രപരമായ ഒരു ചുവടുവയ്പ്പാണിത് എന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു. ഉത്തർപ്രദേശിൽ ആരംഭിക്കുന്ന ആദ്യത്തെ ചിപ്പ് പ്ലാന്റാണ് ഇത്. ഒരു ഫാബും 3 അസംബ്ലി യൂണിറ്റുകളും ഉൾപ്പെടെ 4 പ്ലാന്റുകൾ ഗുജറാത്തിൽ വരുന്നുണ്ട്. അസമിൽ ഒരു അസംബിൾ പാക്കേജിംഗ് പ്ലാന്റ് നിർമ്മാണത്തിലാണ്. നിരവധി തൊഴിലവസരങ്ങൾ കൂടി സൃഷ്ടിക്കുന്ന യൂണിറ്റിന്റെ നിർമ്മാണ അനുമതി നരേന്ദ്രമോദി സർക്കാരിന്റെ ആത്മനിർഭർ ഭാരതിനും മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്കും കരുത്തേകുന്നതാണ്. ന്യൂസ് ഡെസ്ക് ജനം. 2 ദിവസത്തെ സന്ദർശനത്തിനായി UAEയിലെത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഊഷ്മള സ്വീകരണം. ഗൾഫ് പര്യടനത്തിന്റെ ഭാഗമായി സൗദി അറേബ്യയും ഖത്തറും സന്ദർശിച്ച ശേഷമാണ് ട്രംപ് അബുദാബിയിലെത്തിയത്. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി ട്രംപ് കൂടിക്കാഴ്ച നടത്തും. വിവിധ മേഖലകളിൽ UAE-US സഹകരണത്തിനായുള്ള പ്രഖ്യാപനവും സന്ദർശനത്തിന്റെ ഭാഗമായി ഉണ്ടാകും. നിർമ്മിത ബുദ്ധി, റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ നിക്ഷേപം തുടങ്ങിയ വിഷയങ്ങൾ ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്യും. UAE സന്ദർശിക്കുന്ന 2ാമത്തെ അമേരിക്കൻ പ്രസിഡന്റ് കൂടിയാണ് ഡൊണാൾഡ് ട്രംപ്. 2008 ജോർജ് W. ബുഷാണ് ഇതിന് മുൻപ് UAE സന്ദർശിച്ച അമേരിക്കൻ പ്രസിഡന്റ്. ബലോചിസ്ഥാനിൽ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച ബലോച്ച് ദേശീയവാദികൾ. ബലോച്ച് ദേശീയവാദി നേതാവ് മിർ യാർ ബലോച്ചാണ് റിപ്പബ്ലിക് ഓഫ് ബലോചിസ്ഥാൻ ക്യാമ്പയിനുമായി രംഗത്തെത്തിയത്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഭാരതവുമായി സംഘർഷം നിലനിൽക്കുന്ന ഇതിനിടയിലാണ് പാകിസ്ഥാനെ സമ്മർദ്ദത്തിലാക്കുന്ന പുതിയ നീക്കം. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെയാണ് പാകിസ്ഥാന്റെ ഉറക്കം കെടുത്തി ബലോച്ചിലെ സ്ഥിതി കൂടുതൽ വഷളാകുന്നത്. റിപ്പബ്ലിക് ഓഫ് ബലോചിസ്ഥാനെ സ്വതന്ത്ര രാജ്യമായി ബലോച്ച് ദേശീയവാദികൾ പ്രഖ്യാപിക്കുകയും ചെയ്തു. കൊറ്റയെ രാജ്യതലസ്ഥാനവും ഗാദറിനെ വാണിജ്യ തലസ്ഥാനവുമായി അംഗീകരിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. ഭാരതവും ഐക്യരാഷ്ട്രസഭയും പുതിയ രാജ്യത്തെ അംഗീകരിക്കണം. ഡൽഹിയിൽ ബലോച്ച് എംബസി തുറക്കണമെന്നും ബലോച്ച് ദേശീയവാദികൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങളിൽ പറയുന്നു. ബലോച്ചിലേക്ക് സമാധാന സേനയെ അയക്കാൻ UN തയ്യാറാകണമെന്നും പാകിസ്ഥാൻ സൈന്യത്തെ മേഖലയിൽ നിന്നും അടിയന്തരമായി പിൻവലിക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. 1947 ഓഗസ്റ്റ് 11 ബ്രിട്ടീഷുകാർ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്ന് പിൻവാങ്ങിയപ്പോൾ തന്നെ തങ്ങൾ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചിരുന്നുവെന്ന് ബലോച്ച് ദേശീയവാദിയും മനുഷ്യാവകാശ പ്രവർത്തകനുമായ മിർ യാർ ബലോച്ച് ചൂണ്ടിക്കാട്ടി. ബലോച്ച് ദേശീയവാദികളുടെ ആവശ്യത്തെ പിന്തുണച്ച് സുബ്രഹ്മണ്യൻ സ്വാമി അടക്കമുള്ള ഭാരതത്തിലെ നേതാക്കളും രംഗത്തെത്തിയിട്ടുണ്ട്. പാകിസ്ഥാനുമായുള്ള പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇക്കാര്യങ്ങളിൽ ഭാരതം എന്ത് സമീപനമാണ് സ്വീകരിക്കുക എന്ന് ലോകരാജ്യങ്ങളും ഉറ്റുനോക്കുകയാണ്. ന്യൂസ് ഡെസ്ക് ജനം. ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്തേ.